പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹിമപ്പെടട്ടെ. നമ്മൾ ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ഒരുക്കി തന്നതിന് ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കാം. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ എഴുന്നേൽപ്പാനും കർത്താവിനെ മഹിമപ്പെടുത്തുവാനും ദൈവം തന്ന ഭാഗ്യത്തിന് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് നന്ദി കരേറ്റിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിലെ വേദവചന ധ്യാന ചിന്തയിലേക്ക് കടക്കുവാൻ ആധാരമായി ഒരു വാക്യം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നമുക്കറിയാം, സഭകൾക്ക് ലേഖനം എഴുതുമ്പം നമ്മൾ അറിയുന്നത് പോലെ 7 സഭകൾക്കുള്ള ലേഖനങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായും കാമ്പുള്ളതും ഉൾക്കരുത്തുള്ളതുമായ ഒരു വേദവചനം, അതേ കർത്താവ് സഭകളോട് പറയുമ്പം അന്ന് ആ സഭകളോട് പറഞ്ഞ അതേ ദൂത് നൂറ്റാണ്ടുകളെ തട്ടി പ്രതിധ്വനിച്ച് നമ്മോട് ഇന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ വചനം അത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒപ്പം നമ്മുടെ ആത്മാവും ബലപ്പെടുന്ന ഒരു വചനമാണ് ഇന്ന് വായിച്ചു കേട്ട ആ പ്രത്യുത വചനം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഒന്ന് ശ്രദ്ധിക്കണമേ. സഭകളോട് പറയുന്ന അതേ ദൂത് ഇന്ന് നമ്മളോട് വ്യക്തിപരമായി, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. വ്യക്തിപരമായി പേഴ്സണലായിട്ട് ഈ വാക്ക് ഒന്നെടുത്തേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവം തമ്പുരാൻ വളരെ ഇമ്പമായ ശബ്ദത്തിൽ, കാം ആൻഡ് ക്വയറ്റ്, മാധുര്യമായ ശബ്ദത്തിൽ ശാന്തതയോടെ ഏലിയാവിനോട് സംസാരിച്ചതുപോലെ അടുത്തു വന്ന് കാതിൽ പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും അല്ലെ? പ്രവൃത്തി അറിയുന്നു എന്ന് പറയുമ്പം നമ്മുടെ റെസ്പോൺസ് എന്താ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഉൾപ്പുകളെയും നനവുകളെയും ആന്തരിക ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം തമ്പുരാൻ പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഗുണം ചെയ്യുന്നത്, നീ ദോഷം ചെയ്യുന്നത്, നീ നിരൂപിക്കുന്നത്, നീ ദോഷത്തിനായി നിരൂപിക്കുന്നത്, ഗുണത്തിനായി നിരൂപിക്കുന്നത്, പക വയ്ക്കുന്നത്, നിന്റെ വാശി കാണിക്കുന്നത്, എല്ലാം നീ നന്മ ചെയ്യുന്നത്, മറ്റുള്ളവരെ കരുതുന്നത്, അവരുടെ മേൽ കരം നീട്ടുന്നത്, എല്ലാം ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, എന്നിട്ട് അടുത്ത വാക്ക് പറയാ, ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇത് സഭകളോട് പറയുമ്പം ഈ വാക്കിനൊരു പ്രസക്തിയുണ്ട്. സഭയോട് പറയുമ്പോൾ ആ വാക്കിനൊരു പ്രസക്തിയുണ്ട്. കാരണം ഈ സഭയ്ക്ക് അല്പമേ ശക്തിയുള്ളൂ. അന്ന് പീഡന കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ സഭയ്ക്ക് വേണ്ടുന്നത്ര ശക്തി ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും സ്വാധീനം ചെലുത്താൻ കഴിവില്ലാത്തത് കൊണ്ട്, താഴോട്ട് പറയുന്ന 18 പറയുന്നുണ്ട്, നിനക്കല്പമേ ശക്തിയുള്ളൂ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുന്നു. ശ്രദ്ധിക്കണേ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതിനകത്ത് പ്രാർത്ഥന അറിയുന്ന ദൈവമുണ്ട്, ഹൃദയവേദന അറിയുന്ന ദൈവമുണ്ട്. ഹൃദയത്തില് അകത്തളത്തിൽ വേദനപ്പെട്ടിട്ട് ആ വേദനഭാവം ദൈവത്തോട് ഷെയർ ചെയ്യുമ്പോൾ അതറിയുന്ന ദൈവം പറയുക, ഹന്ന ഹൃദയം പകർന്നതുപോലെ പകരുമ്പോൾ, ഒന്ന്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇന്ന് ആത്മ കണ്ടുകൊണ്ട് ഒന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് കണ്ടേ. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഈ വാതിലിന് ഒരു പ്രത്യേകതയുണ്ട്. പത്രോസിന് മുമ്പിൽ ഒരു വാതിൽ തുറന്നു. ആ വാതിലിന്റെ പേര് തനിയെ തുറന്ന ഒരു ഇരുമ്പ് വാതിൽ. അതിനൊരു പ്രത്യേകതയുണ്ട്. തുറക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും തുറക്കാൻ കഴിയാത്തൊരു വാതിൽ ഇതാ നിന്റെ മുമ്പിൽ തമ്പുരാൻ തുറക്കുകയാ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. ആ വാതില് ആർക്കും അടച്ചുകൂടാ. അങ്ങനെ ഒരു വാതിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിന്റെ അടുത്ത വാക്യം, നിനക്കല്പമേ ശക്തിയുള്ളൂ. ശ്രദ്ധിക്കണേ. അപ്പം 3 കാര്യങ്ങൾ ഒരുപോലെ കേട്ടേ. നിനക്കല്പമേ ശക്തിയുള്ളൂ,
നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വന്നിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി പെടാപ്പാട് വിടുമ്പം അവരുടെ ആരോഗ്യം മുഴുവൻ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുമ്പോൾ ഒരു വലിയ മനുഷ്യൻ, അത് അവരുടെ പപ്പയോ മമ്മിയോ അങ്കിളോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും വന്ന് നിസാരമായിട്ട് ആ വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലെ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഒരു കൊച്ചു കുഞ്ഞ് കഷ്ടപ്പെടുന്നത് പോലെ ഒരു വാതിലിന് വേണ്ടി ശ്രമിച്ച് ഒന്ന് തുറക്കാൻ ശ്രമിച്ചിട്ട് തുറക്കാൻ കഴിയാതിരിക്കുമ്പോൾ യേശു കർത്താവ് അടുത്ത് വന്നിട്ട് പറയുക, ആ വാതിൽ തുറക്കുന്ന വാതിൽ പ്രത്യേകതയുണ്ട്. റോമൻ ഗവൺമെന്റ് ഹെരോദാവ് അടച്ചു വെച്ച ഇരുമ്പ് വാതിലാകാം. അപ്പോ തന്നെ നമുക്കറിയാം, കോരശനോട് പറയുന്നു, ഇരുമ്പ് വാതിലുകൾ താമര ഓടാമ്പലുകൾ അങ്ങനെയുള്ള വാതിലാകാം. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. നിനക്കല്പമേ ശക്തിയുള്ളൂ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നിന്റെ ശക്തി കൊണ്ട് കഴിയില്ല എന്ന്, നിന്റെ ശക്തി കൊണ്ട് ഈ വാതിൽ തുറക്കാൻ ഒക്കത്തില്ലെന്ന്, നിന്റെ കഴിവും പ്രാപ്തിയും പണവും സ്വാധീനവും നിന്റെ കൂടെയുള്ള ആളുകളെ വിചാരിച്ചാൽ ഇതുവരെ കരുതിയിട്ട് നിനക്ക് ഒക്കത്തില്ലെന്ന്, നിന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന്, നിന്നെ കൊണ്ട് പറ്റാതിരിക്കുമ്പോൾ ഈ വാതിൽ, ഇതാ ഈ വാതിൽ നിനക്ക് വേണ്ടി ശക്തിയുള്ള ഒരുവൻ വന്ന് തുറന്നു വെച്ചിരിക്കുന്നു. നിന്നോട് പറയുന്നുണ്ട്, കുഞ്ഞെ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇനി ആ ഒരു പ്രത്യേകതയുണ്ട്, നിന്റെ മുമ്പിൽ യഹോവ ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ദൈവം ഒരു വാതിൽ തുറന്നാൽ ആ വാതിൽ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരാഗൃഹത്തിൽ 12-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയിൽ കിടക്കുന്ന പത്രോസ് നാളെ തലവെട്ടിക്കളയുമെന്ന് പറഞ്ഞ് കിടക്കുകയാ. ആ കാരാഗ്രഹത്തിനകത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്നു. ആ ദൂതൻ ഇറങ്ങുമ്പോൾ പ്രത്യേകത ഉണ്ട്, ഒരു വാതിലും തുറന്നിട്ടില്ല. 1-ാം വാതിലും 2-ാം വാതിലും തനിയെ തുറക്കുക, ആ ഇരുമ്പ് വാതിലും ഒന്നും തുറന്നിട്ടില്ല. ദൂതൻ അകത്ത് വരാൻ വാതിലൊന്നും തുറന്നിട്ടില്ല. പക്ഷേ പത്രോസിന് ഇറങ്ങി പോകണോ, ഒരു വാതിൽ തുറക്കണം. വാതിൽ തുറക്കാതെ പത്രോസിന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ദൂതൻ വന്ന വഴിയെ പത്രോസിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് 1-ാം വാതില് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേറ്റ് ചെരുപ്പിടുക, അരകെട്ടുക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചിട്ട് 1-ാം വാതില് ദൂതൻ മുൻപേ നടക്കുന്നു, പൗലോസ് പിന്നാലെ നടക്കുന്നു. 1-ാം വാതില്, 2-ാം വാതില്, പിന്നെ അടുത്ത വാതിലാണ്. ആർക്കും തുറക്കാൻ കഴിയുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല, എന്തൊക്കെ ചെയ്താലും നടക്കുകയില്ല, തുറക്കാൻ കഴിയുകയില്ലെന്ന് വിചാരിച്ച് ഇരുമ്പ് വാതിൽ. ആ വാതിൽ പത്രോസിന്റെ മുമ്പിൽ തന്നെയേ തുറന്നു വരികയാ. കാര്യം നിന്റെ കഴിവ് മിടുക്കമല്ല, നിന്റെ കൂടെ നടക്കുന്ന ദൂതനുണ്ട്. അതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക, പറയട്ടെ, പ്രാർത്ഥിക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ, നിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, നിന്റെ പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ചിലർ നിന്റെ പിൻപിലുണ്ടെങ്കിൽ, നിന്റെ പുറകിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ ചിലർ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, കുഞ്ഞെ, നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന്, ദൈവമുണ്ടെന്ന്, ഒരു ദൂതൻ ഇറങ്ങി വാതിൽ തുറക്കുമെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ. പക്ഷെ നിന്റെ ശക്തിക്കപ്പുറം ദൈവം തമ്പുരാൻ അത് തുറക്കുന്നു. അത് തുറക്കാൻ 2 ക്ലോസ് ഉണ്ട്. ഒന്ന്, നിനക്ക് ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള സംസാരം, പ്രാർത്ഥന, ദൈവമായിട്ടുള്ള അഭേദ്യമായ ആത്മബന്ധം. ഹല്ലേലൂയ. 2, എന്റെ വചനം കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അതാ ഒരു വാക്ക്. ഒറ്റ ഒരു ക്വാളിറ്റി ഉള്ളൂ, എന്റെ നാമം കാത്ത്, എന്റെ വചനം കാത്ത്, വചനം അനുസരിച്ച് നടന്നു. പ്രമാണത്തിന് പുറത്തു പോയില്ല, അത് പ്രമാണം അനുസരിച്ച് നടന്നു. പ്രമാണത്തിന്റെ അപ്പുറത്തോട്ട് മാറിയില്ല. 1-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിച്ച് അതനുസരിക്കുന്ന ഒരുവനായി മാറി. അവന്റെ പേരാ പറയുന്നത്. അവനാറ്റിരികത്ത് നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നു, വിലപാടാത്തതുമായ വൃക്ഷപ്പോലിക്ക് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവന് വേണ്ടിയാ വാതിൽ തുറക്കുന്നേ, അവന് വേണ്ടിയാ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നേ. നീ എന്റെ വചനം കാത്തു. അടുത്ത വാക്ക് പറയുന്നു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹോവയുടെ നാമം നിഷേധിക്കാത്ത ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു വാതിലുണ്ട്, നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വാതിലുണ്ട്. നീ കയറിക്കൊള്ളുക. ഈ വാതിലൂടെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിച്ചിരിക്കുന്ന വാതിലൂടെ നിനക്ക് ഈ വാതിൽ ഓപ്പണാം. നീ അതിലൂടെ കയറിക്കൊള്ളുക. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം ഇത് ഹൃദയത്തെ കത്തിക്കട്ടെ. നിന്റെ പ്രവൃത്തി അറിയുന്ന, നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുന്ന, നിന്റെ അവസ്ഥയെ അറിയുന്ന, നിനക്ക് അല്പമേ ശക്തിയുള്ളത് മനസ്സിലാക്കി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ തുറക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ക്വാളിറ്റി ദൈവത്തിന് അറിയാം. അവന്റെ പ്രമാണം, ദൈവവചനം നീ കാത്തു. നാമം നിഷേധിക്കാത്ത ദൈവത്തിലെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവപ്രവൃത്തി അത് നടക്കാൻ പോകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ,
ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം തലമണക്കി പ്രാർത്ഥിക്കുന്ന സകലവരെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നപ്പാ കർത്താവേ, വാതിൽ തുറക്കുന്ന ദൈവം, അവസ്ഥകൾ മനസ്സിലാക്കി ശക്തി മനസ്സിലാക്കുന്ന ദൈവം, നാമം നിഷേധിക്കാത്തവരെയും വചനം കാക്കുന്നവരെയും തിരിച്ചറിഞ്ഞ് അവർക്ക് മുമ്പിൽ അതേ തനിയെ തുറക്കുന്ന ഇരുമ്പ് വാതിലിൽ അതേ തുറന്നു വെച്ചിരിക്കുന്ന ദൈവം, അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ, പ്രവർത്തി അറിയുന്ന ദൈവം കൂടെയുള്ളതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ നാമത്തില് ജനത്തെ ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, നല്ലവനായി ആ സാന്നിധ്യമായി കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവഭത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കൃപ കൂടിയിരിക്കട്ടെ. ഗഡ് ബ്ലസ് യു. വാക്ക് വിത്ത് ജീസസ്. കർത്താവിനോട് കൂടെ നടക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയിൽ മറയട്ടെ. ഗഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.